അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. സുന്ദരി മാതാവ് സമയത്തിനധികമായി പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾ സംസാരിച്ചാൽ ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവെ, കുടുംബം വന്ന് പെട്ടിരിക്കുന്ന വഴികൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത്, പല വിഷയങ്ങളെക്കുറിച്ച് ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണം എന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണം എന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയായി രോഗപീഠകളെ, വേദന രോഗങ്ങൾ, മറ്റ് വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ, കേസുകൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞാൻ നിങ്ങളെ യേശുനാമത്തെ ആശീർവദിക്കുന്നു. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവിനെ നയിക്കുവാവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ ദിവസങ്ങളിലേക്ക് പോവുകയല്ലേ. അപ്പോൾ അവർ മനസ്സിലുണ്ടാണ് പരിശുദ്ധാത്മാവ് സ്നാനപ്പെടാൻ വേണ്ടി വലിയ എളുപ്പ പണികളൊക്കെ ഉണ്ട്. ഇന്ന് പോലാണെങ്കിൽ നിങ്ങൾ ഇവിടെ പണിക്കാർക്കാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്ന് പെയ്യും. നോക്കിക്കോ, പല ഒരു കാര്യമേ ആദിമ സഭയിൽ തന്നെ ഇതിൻ്റെ വെളിപാടുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ഇപ്പം
ആ ജനങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് ജനങ്ങൾ അപ്പോസ്തലന്മാരിങ്ങനെ ഭാഷാപരത്തെ സംസാരിച്ചില്ലേ? അപ്പോൾ ഇദൂമിയക്കാർ, അതുപോലെ തന്നെ പേരയ, റോമാക്കാർ, അതുപോലെ തന്നെ എത്യോപ്യക്കാർ, എല്ലാവരും അവരുടെ ഭാഷയിൽ അപ്പോസ്തലന്മാരുടെ വചനങ്ങൾ കേട്ടില്ലേ? അപ്പോൾ ജനങ്ങൾ പറഞ്ഞ് ഈ ആത്മാവിനെ കിട്ടാൻ ഞങ്ങൾക്ക് എന്താണ് ഒരു വഴി, ഞങ്ങൾക്ക് കിട്ടുമോയെന്ന് ചോദിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് പത്രോസ് പറഞ്ഞ് അവർക്ക് കിട്ടുമെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ പത്രോസ് പറഞ്ഞ് അവർക്ക് കിട്ടുമെന്ന്, നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ്. അപ്പോൾ ജനങ്ങൾ ചോദിച്ച് ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ പത്രോസിന് ഒരു ഉത്തരം കിട്ടും. അപ്പോസ്തല പ്രവർത്തനം 2:38 പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുക, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇത് വരുന്നത് ഒന്ന് പശ്ചാത്താപത്തിലൂടെയാണ്, അല്ലേ? ആ പശ്ചാത്താപത്തിലൂടെ ആണ് നമ്മുടെ വിശ്വാസം നമ്മളെ സഭയെ അറിയിക്കുകയും സഭ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൽ ഉയർത്തുന്നതിൻ്റെയും വീണ്ടും വരുന്നതിൻ്റെയും അടയാളമാകുന്ന വെള്ളത്തിൽ നമ്മൾ ജ്ഞാനസ്നാനപ്പെടുത്തുകയും ചെയ്യും. ശരിക്കും വെള്ളം ഉണ്ടാകത്തില്ല, അവർ വിശ്വാസപൂർവ്വം ജ്ഞാനസ്നാനം, എന്തുമാത്രം ആൾക്കാർ വിശ്വാസത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവർ, അവരെ ജ്ഞാനസ്നാനപ്പെടുത്താനും ആരുമില്ല. പക്ഷെ അവർക്ക് ക്രിസ്തുവാണ് രക്ഷകനെന്ന് ഉള്ളിലറിയാം, അവരത് വിശ്വസിക്കുന്നുണ്ട്, വിശ്വസിച്ച് അവരതുപോലെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നിത്യരക്ഷ കർത്താവ് കൊടുക്കും. അത് കർത്താവിൻ്റെ കാര്യമാണ്, നമ്മളതിൻ്റെ തിരുവേണ്ട കാര്യമില്ല. ദൈവം തീരുമാനിക്കട്ടെ. അതല്ലേ ഈശോ പറയണത്, നിങ്ങളിപ്പോൾ വിധിക്കേണ്ട വിധിയല്ല മനുഷ്യപുത്രനെ, അവർ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ പുറത്തു നിന്നുണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ല എന്ന് പറയേണ്ട കാര്യമില്ല. വിധി അതൊക്കെ പറയേണ്ടത് ആരാണ്? വിധിയല്ല. യോഹന്നാൻ 5:27 മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരം അവന് നൽകിയിരിക്കുന്നു. കർത്താവ് അന്ത്യവിധി സമയത്ത് നിന്റെ വിശ്വാസ ജീവിതം കാരണം നീ കർത്താവിൻ്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ടവനാണെന്ന് കർത്താവ് തീരുമാനിച്ചോളൂ. ആ കർത്താവിന് വിടാം. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്നറിയാവോ? ഇതിൻ്റെ കൂടെ വേറൊരു സംഭവമുണ്ട്. എന്താ പറഞ്ഞത്? നിങ്ങൾ പശ്ചാത്തപിക്കാൻ പാപമോചനത്തിനായി യേശുക്രിസ്തു നാമത്തിൽ സ്നാനം എടുക്കുന്നത് പരിശുദ്ധാത്മാവ് കിട്ടാനുള്ള ഒരു മാർഗ്ഗമാണ്. രണ്ടാമത്തെ മാർഗ്ഗം എന്താ? അപ്പോസ്തല പ്രവർത്തനം 2:38 പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുക, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ സ്നാനം സ്വീകരിക്കുവെന്ന് പറഞ്ഞ വാക്കില്ലേ, അതിൻ്റെ അകത്ത് ജലസ്നാനമുണ്ട്, അതേസമയം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കുമെന്നല്ലേ പറഞ്ഞത്. ആ ദാനം ലഭിക്കാനുള്ള സ്നാനവുമുണ്ട്. എന്താണെന്നറിയാമോ? ഇത് പറയാൻ കാര്യം എന്നറിയാമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ രശ്മി തോമസിൻ്റെ ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നില്ല. അവരുടെ സാക്ഷ്യത്തിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത് കോട്ടയം ഡിസ്ട്രിക്ട് ആശുപത്രിയിൽ അഡ്രസ്സ് ഇല്ലാത്ത, ബന്ധുക്കളെ സ്വന്തപ്പെട്ട ഒരു ബൈസ്റ്റാൻഡറും ഇല്ലാത്ത കുറേ രോഗികളുണ്ട്. അവർക്ക് വേണ്ടി ഒരു വാർഡുണ്ട്. അവരെ നോക്കാനും ആരുമില്ല, തിരക്കാനും ആരുമില്ല, കൂടെ നിൽക്കാനും ആരുമില്ല. അപ്പോൾ ഇവരുടെ അടുത്ത് പോയി രശ്മി തോമസ് സംസാരിക്കും. അവർക്ക് ഭക്ഷണത്തിന് പ്രശ്നമൊന്നുമില്ല, ഭക്ഷണത്തിന് അവിടെ കൊടുക്കാനുള്ള ഏജൻസിയും സംഘടനയൊക്കെ ഉണ്ട്. ഇവർ ചെയ്യണത് അവരോട് സംസാരിക്കും. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ പരദേശിയായിരുന്നു. അപ്പോൾ ഒത്തിരി പരദേശികളുണ്ടാകത്തില്ലേ, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ അവരുടെ കർത്താവാണുള്ളത്. അതുകൊണ്ട് രശ്മി തോമസ് അവരെ പോയി സന്ദർശിക്കുകയും അവരുടെ കുശലങ്ങളും അവരുടെ കൂടെ ഇരുന്ന് ഓരോ വർത്തമാനമൊക്കെ പറയും. നമ്മുടെ സാന്നിധ്യം സംലഭമാക്കുന്നത് തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം സ്വീകരിക്കാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. കാരുണ്യപ്രവൃത്തിനകത്ത്, എല്ലാ കാരുണ്യപ്രവൃത്തിനകത്തും പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തിൻ്റെ ഉറവകൾ നമ്മളിലേക്ക് ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് ഈ പെന്തക്കോസ്താ ദിവസത്തിന് ഒരുങ്ങുമ്പോൾ നീ ഉടമ്പടിക്കാർ പ്രത്യേകിച്ച് നിങ്ങളുടെ കാരുണ്യ പ്രവൃത്തികളിൽ നിങ്ങൾക്ക് തരാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ലുക്ക 14:13. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ വികലാംഗർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുവിൻ. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകാൻ, അതാണ് പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം നടക്കും. അപ്പം പകരം നൽകാൻ ഒന്നുമില്ല എന്നാണ് ഈശോ പറയണത്.
പക്ഷേ പിന്നീടുള്ള ഭാഗങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അവർക്ക് ആണ് നമുക്ക് പകരം നൽകാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹമുള്ളത്. എന്താണ്? പകരം അവർക്ക് നമുക്ക് ക്രിസ്തുവിനെ നൽകാൻ പറ്റും. അതാണല്ല, ഞാൻ രോഗിയായിരുന്നു എന്നല്ല ഈശോ പറയണത്. അപ്പം നമ്മൾ ക്രിസ്തുവിനെ അല്ല അവരിലൂടെ ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കണ ക്രിസ്തുവിനെയാണല്ലോ. പകരം നൽകാൻ ഒന്നും ഇല്ലെന്നങ്ങോട്ട് അടച്ച് പറയാൻ പറ്റത്തില്ല. പകരം അവർക്ക് നമുക്ക് ക്രിസ്തുവിനെ തരാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ജോലി ശുശ്രൂഷ ചെയ്താൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. എൻ്റെ പേര് ക്ലാര ജോർജ്. ഞാൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫോറൈൻ ചർച്ചിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2019 മെയ് 15-നാണ് ഉടമ്പടി എടുത്തത്. 5 നിയോഗങ്ങൾ വെച്ചു. 1 മാതാവിനായിട്ട് മാറ്റി വെച്ചു, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി. ഞാൻ നിയോഗത്തിൽ വെച്ച കാര്യങ്ങളല്ല എനിക്ക് ആദ്യം സാധിച്ചു കിട്ടിയത്. എനിക്ക് 30 വർഷത്തിലേറെയായി വായിൽ അൾസർ വരുമായിരുന്നു. ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാസത്തിലൊക്കെ വരുവാണ്ടായിരുന്നുള്ളൂ. അവസാനമായപ്പോഴേക്കും നിർത്താതെ വരാൻ തുടങ്ങി. അതിൽ ചില ഭാഗങ്ങളിൽ വായിൽ മുഴ പോലെ വരും, ചെറിയൊരു നെല്ലിക്കയുടെ അത്രയും. അത് പിറ്റേ ദിവസം പൊട്ടി പഴുക്കും, തൊണ്ടയ്ക്കൊക്കെ നീര് വയ്ക്കും. ഞാൻ കാണാത്ത ഡോക്ടർമാരില്ല. ENT, ഗ്യാസ്ട്രോ, സ്കിന്ന്, ഇതുമാത്രം മരുന്നുകൾ ഇപ്പോഴും വീട്ടിലിരിക്കുന്നു. പക്ഷേ ഒന്നും ഫലിക്കുന്നില്ല. അവസാനം സ്റ്റിറോയിഡ് കൊണ്ട് മാത്രമാണ് നിർത്തി പോന്നിരുന്നത്. അത് ഞാൻ അമ്മയുടെ ഉടമ്പടി തൈലവും മരുന്നും ഒപ്പം ചെയ്തു. പക്ഷേ അന്ന് എനിക്ക് മാറി നിന്നില്ല. അവസാനം ഞാൻ മാതാവിയെ പറ്റില്ല, മാറ്റി തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റിറോയിഡ് മരുന്നുകൾ മാറ്റി വെച്ചു. എന്നിട്ട് എണ്ണയും ഉപ്പും തേനും പുരട്ടി. അപ്പോൾ പൊന്തി വന്ന ആ മുഴകൾ താനെ അമർന്നു പോയി. കൂടാതെ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എല്ലാവരും എന്നെ സ്നേഹിക്കണം, പരിഗണിക്കണം, അങ്ങനെയൊക്കെ. ഈ ആഗ്രഹങ്ങൾ ശരിയല്ലെന്ന് എനിക്ക് മനസ്സിലായി, വിഷമമുണ്ടായി. ഞാൻ കർത്താവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച്, എൻ്റെ ഈശോയെ അവിടുത്തെ തിരുവനന്തപുരത്തെ എൻ്റെ ആഗ്രഹങ്ങൾ എടുത്തു മാറ്റണമേ എന്ന്. ഇപ്പോൾ എന്നെ ആര് വെറുത്താലും എനിക്ക് സ്നേഹിക്കാൻ പറ്റും, മനസ്സിൽ വിദ്വേഷമില്ല, ക്ഷമിക്കാൻ പറ്റും, സഹിക്കാൻ പറ്റും. അങ്ങനെ അനുഗ്രഹങ്ങൾ തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തതായിട്ട് ഞാൻ ജനിച്ചപ്പോൾ തന്നെ രോഗമായിട്ടാണ് ജനിച്ചത്. ഇതുവരെ എനിക്കൊരു ദിവസം പോലും രോഗങ്ങൾ വിട്ടു നിന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. 5 തവണ പല രോഗങ്ങൾ കൊണ്ട് ഓപ്പറേഷൻ ചെയ്തു. 2 കൊല്ലം മുമ്പ് സ്ട്രോക്ക് വന്നു. അതിൻ്റെ കൂടെ 2 കൊല്ലത്തിൽ 7 തവണ ഞാൻ ന്യൂമോണിയ ആയിട്ട് അഡ്മിറ്റായി. അവസാനം പെരിന്തൽമണ്ണ വലിയ ഹോസ്പിറ്റലാണ്, കിംസ് അൽഷിഫ ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ആകുന്നത്. എന്നെ അറിയാത്ത ഡോക്ടറാണെങ്കിൽ എനിക്ക് ഇത്രയും മരുന്ന് തരില്ല, കാരണം എനിക്ക് ഗുളിക കൊണ്ട് നിൽക്കില്ല, ഇഞ്ചക്ഷൻ എടുക്കുന്ന അഡ്മിറ്റാക്കി. അങ്ങനെ കഴിഞ്ഞ തവണ ഇതേപോലെ അഡ്മിറ്റായ സമയത്ത് അഡ്മിറ്റായി ഡിസ്ചാർജായി വീട്ടിൽ വന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ക്ഷീണം, നെഞ്ചുവേദനയാണ്. ഞാൻ ഉടമ്പടി പ്രാർത്ഥന മുടക്കിയിരുന്നില്ല. 5:30 മണിക്ക് അലാം വെച്ചു. അലാം വെച്ചിട്ട് ഞാൻ ഊർന്ന് കട്ടിന് താഴേക്ക് ഇരുന്നത് ഓർമ്മയുണ്ട്. പിന്നെ എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലുണ്ട് 6 മണിക്ക് മുമ്പ് പ്രാർത്ഥന ചൊല്ലണം. ആ സമയത്ത് ആരോ ഒരാൾ, ഞാനും അങ്ങനെ രൂപവും അതേപോലെ മാതാവിൻ്റെ രൂപവും മെഴുതിരിയും കത്തിക്കുന്ന സ്ഥലത്ത് നിന്ന് ആരോ ഒരാൾ വന്ന് മെഴുതിരി കത്തിച്ചുകൊണ്ട് വരുന്നു. ആരോ ഒരാൾ ഞാൻ എൻ്റെ അടുത്തേക്ക് വന്ന് കത്തിച്ച് പകുതിയായ മെഴുകുതിരി എൻ്റെ നേരെ നീട്ടി. ഇരുന്നുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ കാലാണ് കണ്ടത്. നീല പാട്യാല ചുരിദാറിട്ടിട്ട് സുന്ദരിയായ സ്ത്രീയെ മേലേക്ക് നോക്കുമ്പോൾ ആ ഷോൾ പുതച്ചിരിക്കുന്നു. പിന്നെ എനിക്ക് പേടിച്ച് ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ച് പേടിച്ച് എഴുന്നേറ്റു. പിന്നെ ഞാൻ ഒന്നും അറിഞ്ഞില്ല. ഞാൻ ഓടിപ്പോയി കൈ വിരിച്ച് പിടിച്ച് പ്രത്യേക പ്രാർത്ഥനയും കൊന്തയും ചൊല്ലി. അടുത്തത് എനിക്ക് 2 കൊല്ലം മുമ്പ് സ്ട്രോക്ക് വന്നു. അപ്പോൾ ഈ സ്ട്രോക്കിന് ശേഷം ഇടതുവശത്തിന് കുറച്ച് ബലക്കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഉടമ്പടി ഇവിടെ എടുത്ത അന്ന് പത്രം ഇടാനായിട്ട് പോയി. എന്നെ ആരോ തിരക്കി തള്ളി താഴെ ഇട്ടു. എനിക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല. എൻ്റെ കൂടെയുള്ളവർ പോവുകയും ചെയ്തു. ഞാൻ തപ്പിപ്പിടിച്ച് എഴുന്നേറ്റ് വെപ്രാളത്തിൽ നിയോഗം ഇടാൻ മറന്നുപോയി. അതെൻ്റെ കയ്യിലിരുന്നു. പക്ഷേ എനിക്ക് പേടിയൊന്നുമില്ല, മാതാവിൻ്റെ കയ്യിലല്ലേ നിയോഗം. അതുകൊണ്ട് ധൈര്യത്തിൽ ഞാൻ പോയി. ഇതിനോടനുബന്ധിച്ച് എനിക്ക് സ്ട്രോക്കിനോടനുബന്ധിച്ചൊരു പ്രശ്നമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മയക്കം വരും. പള്ളി ചെന്ന് അനങ്ങാൻ നിൽക്കുമ്പോഴേ പ്രശ്നം. പള്ളി ചെന്ന് 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ മയങ്ങും. പിന്നെ ഒരു ബോധമില്ല. കയ്യിലിരിക്കുന്ന കൊന്ത ബുക്ക് എല്ലാം താഴെ പോകും. എനിക്ക് നാണക്കേട്. എല്ലാവരും മുട്ടുകുത്തും ഇരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ കുന്ന പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ നാണക്കേട് ദൈവം ഒന്ന് മാറ്റി തരണം. എന്ന് കുർബാന കാണാൻ പോകുന്നതാണ് ഞാൻ. എന്നിട്ട് ഞാൻ കസേര പിടിച്ച് നിൽക്കാൻ വീഴാതെ മാറ്റി തന്നെ. എന്തായാലും മാതാവ് ഇപ്പോൾ മാറ്റി തന്നു. എനിക്ക് ആ മയക്കം ഇല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ നിയോഗത്തിൽ എഴുതിയൊരു കാര്യമാണ് എൻ്റെ മകൻ്റെ സാമ്പത്തിക മേഖല മെച്ചപ്പെടാനായിട്ട്. ഞാനിവിടെ ആദ്യം വരുമ്പോൾ 2 വീടുണ്ടാക്കി. അത് കൊടുക്കലാമിൻ്റെ പണി. 2 വീട് വിൽക്കാനുണ്ടായിരുന്നു. ഞാൻ ചെന്ന് കഴിഞ്ഞ ആ അടുത്ത ദിവസങ്ങളിൽ അത് കച്ചവടമായി. ദൈവത്തിന് മാതാവിന് ഒരുപാട് നന്ദി. പ്രൈസ് ദി ലോർഡ്. മറ്റൊന്ന്, കഴിഞ്ഞ
ഉടമ്പടി പുതുക്കലിലാണ് ഞാൻ 3 പേർക്ക് വേണ്ടിയിട്ട് ഉപ്പും നിയോഗം എഴുതി വെച്ച്, കൂടാതെ അവർക്ക് ഉപ്പും വെച്ചത് തൈലവും കൊടുത്തിരുന്നു. അതിൽ ഒരു പെൺകുട്ടിക്ക്, ക്രൈസ്തവരാണ്, ഹിന്ദു പെൺകുട്ടിയാണ്, ആ കുട്ടിക്ക് മൂക്കിലൂടെ രക്തം ഒഴുകുകയാണ്. ഒരുപാട് ചികിത്സ ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റായി ക്യാൻസർ ടെസ്റ്റിന് കൊടുത്തിരുന്നതാണ്. കഴിഞ്ഞ ദിവസം ആ കുട്ടിയെ ഞാൻ ഇടയ്ക്കൊന്നും ഇവിടെ കാണാൻ പോകും. കാണാൻ ചെല്ലുമ്പോൾ ആ കുട്ടി ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ടീച്ചറെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, എൻ്റെ മൂക്കിൽ വായിച്ചോ ബ്ലഡ് നിന്നു. ഞാൻ പറഞ്ഞു, അധികം മാതാവ് എൻ്റെ അടുത്ത് പേര് എഴുതി കൊടുത്തിട്ടുണ്ട്, വെറുതെ ഒന്നുമല്ല. കുട്ടി വിശ്വസിച്ചു. രണ്ടാമത്തേത് അടുത്തുള്ള വേറൊരു പെൺകുട്ടിക്ക് ഭയങ്കര നടുവേദന എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലമായി കേരളത്തിൽ കാണാത്ത ഡോക്ടർമാരില്ല. ആ കുട്ടിയെ ഞാൻ ഇതുപോലെ ഇടയ്ക്ക് കാണുമായിരുന്നു. കഴിഞ്ഞ ആഴ്ച കാണാൻ ചെന്നപ്പോൾ കുട്ടി അവിടെ ഇല്ല. ഞാൻ ചോദിച്ചു എവിടെ, അവൾക്ക് സുഖമായി പോയി. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു, അവളെ നേരിൽ കാണാൻ പറ്റിയില്ല. എന്നിട്ടാണ് എനിക്ക് വിഷയം പറയാൻ. അടുത്തതായിട്ട് സോറിയാസിസ് ബാധിച്ച ഒരാൾക്ക് ഞാൻ എണ്ണയും ഉപ്പും ഇതേപോലെ കൊടുത്തു. അയാൾക്ക് ഇതേപോലെ സൗഖ്യം വന്നു. ആദ്യമായി അമ്മ മാതാവിന് നന്ദി, ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഉടമ്പടി എടുത്തത് 2019 ഓഗസ്റ്റ് മാസത്തിലാണ്. ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാത്ത ഒരു കാര്യമാണ് എനിക്ക് മാതാവ് നടത്തി തന്നത്. അതായത് എല്ലാ പെയിൻ കില്ലേഴ്സിനും അലോപ്പതി മരുന്നുകൾക്കെല്ലാം തന്നെ എനിക്ക് അലർജിയാണ്. അതിനാൽ ഞാൻ എന്തെങ്കിലും അസുഖം വന്നാൽ തന്നെ ഹോമിയോ മെഡിസിനാണ് കുറേ നാളുകളായി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഫംഗസ് ഇൻഫെക്ഷൻ വന്നു. 1.5 മാസം ഞാൻ ഹോമിയോ മെഡിസിൻ കഴിച്ചു. പക്ഷേ അതുകൊണ്ട് എനിക്ക് വലിയ കുറവ് തോന്നിയില്ല. അത് യൂട്രസിലേക്കും ആ ഫംഗസ് ഇൻഫെക്ഷൻ വന്നു. അങ്ങനെ ഞാൻ ആസ്റ്റർ മെഡിസിറ്റിയിലെ ഒരു ഡോക്ടറെ കണ്ടു. ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആ ഡോക്ടറാണ് എൻ്റെ ചെയ്തിരുന്നത്. അപ്പം മെഡിസിൻസിൻ്റെ അലർജിയെ പറ്റി എല്ലാം ഡോക്ടറിനെ അറിയാവുന്നതാണ്. അങ്ങനെ ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ റിപ്പോർട്ടുകൾ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ 1 കൊല്ലം മുമ്പ് ഫംഗസ് ഇൻഫെക്ഷൻ്റെ ഇതിന് ട്രീറ്റ്മെൻറ്റിനാണ് പോയതെങ്കിലും ഡോക്ടർ റിപ്പോർട്ട് നോക്കിയിട്ട് പറഞ്ഞു, 1 കൊല്ലം മുമ്പ് ഞാനിതിൽ ഒരു സ്കാനിങ് എഴുതിയിരുന്നു, ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞിരുന്നതല്ലേ. അതായത് യൂട്രസിന് തിക്നെസ് കൂടുതലാണ്. അത് 2 പ്രാവശ്യം സ്കാൻ ചെയ്തപ്പോഴും തിക്നെസ് കൂടുതലായിട്ടാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഇനി അത് അഡ്മിറ്റായിട്ട് തിയേറ്ററിൽ അഡ്മിറ്റ് ആവണം. കാരണം മെഡിസിൻസിന് അലർജി ഉള്ളത് കാരണം അത് തിയേറ്ററിൽ അഡ്മിറ്റ് ആക്കിയേ ചെയ്യാൻ പറ്റുള്ളൂ. അത് എടുത്തിട്ട് ബയോപ്സിക്ക് വിടണം എന്നെല്ലാം എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ഈ മെഡിസിൻസ് അലർജി കാരണം ഞാൻ കഴിവതും ഓരോ കാര്യങ്ങൾ പറഞ്ഞാലും ഞാൻ ഒഴിഞ്ഞു മാറും. അത് കേട്ടും കൊണ്ട് ഇങ്ങോട്ട് പോരും. അങ്ങനെയാണ്. പക്ഷേ ഇത് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബയോപ്സിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾക്ക് എല്ലാവർക്കും തന്നെ അത് പേടിയാണ് ആ വാക്ക് കേൾക്കുമ്പോൾ. അതേപോലെ തന്നെ എനിക്കും ഒത്തിരി വിഷമം തോന്നി. ഞാൻ പക്ഷേ അത് വീട്ടിൽ വന്ന ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ കുറച്ച് നാളുകൾ എനിക്ക് കുറച്ച് മാസങ്ങളിൽ അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ച് നടന്നു. അതിൽ ഞാൻ ഒരു പ്രാവശ്യം അനിയത്തിയെ രാജഗിരി ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയപ്പോൾ ഞാനും കൂടെ പോയി ഡോക്ടറെ കണ്ട്. അവിടെ പോയി സ്കാൻ ചെയ്തപ്പോഴും ആ ഡോക്ടറും ഇത് തന്നെയാണ് പറഞ്ഞത്. അപ്പോഴും ഞാൻ ഓർത്തു, ദൈവമേ ഇത് ചെയ്യാണ്ട് ഒരു രക്ഷയില്ലല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് നാളുകൾ അങ്ങനെ തിരക്കും കാര്യമൊക്കെ ആയിട്ട് പോയി. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. പക്ഷേ ഈ ഫംഗസ് ഇൻഫെക്ഷനായിട്ട് ചെന്നപ്പോൾ ഡോക്ടർ ഇത് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഒരാഴ്ചയ്ക്കുള്ളിൽ ഇയാളെ സ്കാൻ ചെയ്ത് ഇതെന്താണെന്ന് ഞാൻ നോക്കിയിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കണം, അല്ലെങ്കിൽ ഞാൻ ഇയാളെ ഇനി നോക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഞാൻ പിന്നത്തെ അടുത്ത ശനിയാഴ്ചത്തേക്ക് ഞാൻ സ്കാനിങ്ങിന് ബുക്ക് ചെയ്തു. പിന്നെ ഫംഗസിൻ്റെ അത് ഡോക്ടർ നോക്കിയിട്ട് ഒത്തിരി സിവിയറായി പോയല്ലോ എന്ന് പറഞ്ഞ് ഗുളിക തന്നു. അങ്ങനെ ആ മെഡിസിൻസ് ഞാൻ കഴിച്ചു. പിറ്റേ ആഴ്ച ഞാൻ സ്കാനിങ്ങിനായി പോയപ്പോൾ കാശ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. സ്കാനിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാശ് കയ്യിൽ വെച്ച വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞ് റിപ്പോർട്ട് തന്നെങ്കിലും ഞാനത് നോക്കിയില്ല. ഡോക്ടർ പറയട്ടെ, എനിക്ക് മാറുമെന്ന് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം മാതാവ് ആരെയും കൈവഴിയില്ലല്ലോ. എത്രയോ ഇതിനേലും വലിയ അസുഖങ്ങളൊക്കെ മാറ്റിക്കൊടുത്തു. അപ്പോൾ ഇത് മാറ്റിത്തരും, ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണുവാനായിട്ട് റൂമിൽ കയറി ഡോക്ടർ റിപ്പോർട്ട് നോക്കിയിട്ട് പറഞ്ഞു 14 mm. രാജഗിരിയിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ 15 mm ആയിരുന്നു. അത്രയും തിക്നെസ് ഉണ്ടായിരുന്ന യൂട്രസ് ഇപ്പോൾ 5 mm ആയിട്ട് കുറഞ്ഞിരിക്കുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. ഒത്തിരി നന്ദി മാതാവിന് ഞാൻ അപ്പോൾ തന്നെ നന്ദി പറഞ്ഞു. പക്ഷേ എൻ്റെ കയ്യിൽ കാശ് ആ സമയത്ത് ഉണ്ടായിരുന്നു. എങ്കിലും ആ ഡോക്ടറെ അടുത്ത് അപ്പം എനിക്ക് പറയുവാനായിട്ട് അത് തോന്നി. ഡോക്ടർ ക്രിസ്ത്യനായിരുന്നു എങ്കിലും ഞാനത് പറഞ്ഞില്ല. ആ ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ട്. എങ്കിലും ഡോക്ടർ അത് എനിക്ക് സൗഖ്യപ്പെടുത്തി തന്നു. എന്നിട്ട് റിപ്പോർട്ട് മറിച്ച് നോക്കിക്കൊണ്ട് ഡോക്ടർ നോക്കി ഞാൻ ഇതിനു വേണ്ടി വല്ല മെഡിസിൻസും എഴുതിയിരുന്നു എന്ന് തിരിച്ചു മറിച്ച് നോക്കി. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് മെഡിസിൻസ് ഡോക്ടർ എഴുതിയിട്ടില്ല, കാരണം എനിക്കെല്ലാം മെഡിസിൻസിനും അലർജിയാണ്. അതുകൊണ്ട് ഡോക്ടർ മെഡിസിൻ ഒന്നും അന്ന് എഴുതിയിരുന്നില്ല. താൻ വല്ല ഹോമിയോ കഴിച്ചിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു ഹോമിയോ മരുന്നും ഒന്നും ഞാൻ കഴിച്ചിരുന്നില്ല. അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇതെനിക്ക് സൗഖ്യം കിട്ടിയതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മ മാതാവിനെ ഒത്തിരി നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി രണ്ടാമതായിട്ട് എനിക്ക് എൻ്റെ മകൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരു കാര്യമാണ്. 4ാമത്തെ കാര്യം,
ഇളയ മകൻ അവൻ ചെറുപ്പം മുതൽ ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ചെറുപ്പം മുതൽ അവന് അലർജി തുമ്മലുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറുപ്പത്തിലെ ഒരു 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെ അവൻ ഇൻഹേലർ ഉപയോഗിച്ചു 2 കൊല്ലം. അതിനുശേഷം കുറവുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നാളുകളായിട്ട് ഒരു ഡിസംബർ മഞ്ഞിൻ്റെ ആ സമയമൊക്കെ വരുമ്പോഴേക്കും അവന് വളരെ തുമ്മൽ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പല്ലേച്ച് കഴിയുമ്പോൾ തന്നെ അവനിങ്ങനെ തുമ്മി കുറേ നേരം ഇങ്ങനെ ഇരിക്കും. അതേപോലെ വൈകിട്ടും സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്തും വൈകുന്നേരം ആകുമ്പോഴും ഇതേപോലെ വളരെ തുമ്മൽ കൂടുതലായിരുന്നു. ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് അവനിങ്ങനെ തുമ്മി അവൻ്റെ ഒച്ചയൊക്കെ അടഞ്ഞു. ഇങ്ങനെ ആകെ കണ്ണിൽ നിന്ന് മൂക്കിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ ആ ഉടമ്പടി തൈലം പുരട്ടി നല്ലോണം പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടുന്നില്ല അമ്മ, എനിക്ക് ഒരു അനുഗ്രഹമൊന്നും കിട്ടുന്നില്ല. അമ്മയ്ക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഓരോന്നും ഇങ്ങനെ കിട്ടുന്നുണ്ട് പുറകെ എനിക്ക് ഒരനുഗ്രഹവും കിട്ടുന്നില്ല എന്ന് അവനിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ, കുഞ്ഞു പിള്ളേരാണ്, അവർ പ്രാർത്ഥിക്കുന്നത്, അവരെ മനസ്സ് മടുപ്പിക്കാണ്ട് അവർ പ്രാർത്ഥിക്കുന്ന കാര്യം സാധിച്ചു കൊടുക്കണേന്ന്. അപ്പം മുട്ടിപ്പായിട്ട് മാതാവിനോട് ആ സന്ധ്യാപ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ആ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ അപ്പോൾ തന്നെ അവൻ്റെ ആ തുമ്മൽ മാറി എന്നുള്ളതാണ്. അവൻ പിന്നീട് ആ പ്രാർത്ഥന കഴിയുന്നത് വരെ ഒരു പ്രാവശ്യം പോലും തുമ്മിയിട്ടില്ല. അപ്പം ഞാനത് പൂർണ്ണമായിട്ട് ഞാൻ അവനോട് പറഞ്ഞു, നിൻ്റെ ആ തുമ്മലും അലർജിയൊക്കെ മാതാവ് മാറ്റി തന്നിട്ടുണ്ട്, നീ ഇനി പ്രാർത്ഥിച്ചാൽ മതി, വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. അങ്ങനെ എനിക്ക് അമ്മ മാതാവ് ഇതല്ല ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഓരോന്നായിട്ട് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ മാതാവിന് ഒത്തിരി നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സാക്ഷ്യം പറയാൻ താമസിച്ചു പോയതിൽ മാപ്പ് ചോദിക്കുന്നു. എൻ്റെ പേര് ഷീബ ലൂക്കോസ്. കൊല്ലം ജില്ലയിൽ ശൂരനാട് സെൻറ്റ് ജോസഫ് ഇടവക അംഗമാണ്. ഞാൻ 2018 ഡിസംബർ 18 ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി കിട്ടിയ അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ്. ഒന്നാമതായിട്ട് എനിക്ക് ഭയങ്കരമായ 1 വർഷത്തോളം വയറുവേദനയായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫച്ചൻ വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ പിന്നെ തൈലം വിശ്വാസപ്രമാണം ചൊല്ലി വയറ്റിൽ പുരട്ടുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി വയറുവേദന പൂർണ്ണ സൗഖ്യം കിട്ടി. രണ്ടാമതായിട്ട് കുടുംബ പ്രാർത്ഥനയിലും ബൈബിൾ വായനയിലും ആഴപ്പെടുവാൻ കഴിഞ്ഞു. പരിശുദ്ധിയോടുകൂടി ദിവ്യവേലയിൽ പങ്കെടുക്കുവാൻ കഴിയുന്നു. മൂന്നാമതായിട്ട് എൻ്റെ ഇടത് കണ്ണിലൊരു കമ്പ് വന്നടിച്ച് ഭയങ്കര വേദനയായിരുന്നു. വേദനയും കണ്ണ് ചുമന്നിരിക്കുകയും പിന്നെ അരപ്പും ഒക്കെ ആയിരുന്നു. വിശ്വാസപ്രമാണം ചൊല്ലി വിശുദ്ധമായ തൈലം കണ്ണിൽ മേളിൽ പുരട്ടുകയും ഒരു തുള്ളി തൈലം കണ്ണിൽ ഒഴിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി പൂർണ്ണ സൗഖ്യം കിട്ടി. പിന്നെ ഇതിൽ വെക്കാത്ത ഒരു സാക്ഷ്യമാണ്, ഞങ്ങൾ അമ്മയുടെ ചേട്ടത്തിയുടെ വീടുമായിട്ട് അതിരുതർക്കത്തിലായിരുന്നു. ഇപ്പോൾ അതിരുതർക്കം മാറി അവരോട് രമ്യതപ്പെടുവാൻ കഴിഞ്ഞു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ജോസഫച്ചനും കോടാനുകൂടി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഞങ്ങൾ വരുന്നത് എരുമേലി ഫൊറോനായുടെ കീഴിൽ മണിപ്പുഴ ഇടവകയിൽ നിന്നാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് എൻ്റെ ഹസ്ബൻഡാണ്, ജോമോൻ ജോർജ്. ഞങ്ങൾ ജൂൺ മാസം 2019 ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ കാരണം തന്നെ എനിക്ക് വർഷങ്ങളായിട്ട് നടക്കാൻ വയ്യ. 1 വർഷത്തോളമായി കണ്ടിന്യൂസ് ഞാൻ ബെഡ് റെസ്റ്റ് ആയിട്ട് കിടപ്പാണ്. പെൽവിക്സ് ബോണ് തേയ്മാനമായിട്ട് ഒരു കാലിൽ കമ്പി കിടക്കുന്നു, മറ്റേ കാലിന് പെൽവിക്സ് ബോണ് തേയ്മാനമായിട്ട് കോട്ടയം മാതാ ഹോസ്പിറ്റലിൽ ഇത് ചെയ്തതാണ്. അവിടുന്ന് ഞാൻ ബെഡ് റെസ്റ്റ് ആയിട്ട് ഞാൻ അത്യാവശ്യം എൻ്റെ കുഞ്ഞിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക മാത്രം ചെയ്ത് ഞാൻ കട്ടിലേ കിടക്കുകയാണ്. ഹസ്ബൻഡ് വെളിയിലായിരുന്നു. വെളിയിൽ നിന്ന് എനിക്ക് തീർത്തും പിന്നെ അങ്ങ് വയ്യാതെ വന്ന് ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ജോസഫച്ചൻ്റെ ഒരു ഇവിടുത്തെ പത്രം എനിക്ക് എൻ്റെ കൂട്ടായ്മയിൽ നിന്ന് എനിക്ക് ഒരാൾ കൊണ്ടു തന്നു. ഞാൻ അത് വെച്ച് ഇങ്ങനെ നോക്കിയപ്പം അത് സാധാരണ കിട്ടുന്ന ഒരു പത്രമാണല്ലോ എന്നോർത്ത് ഞാൻ ഒന്ന് ജസ്റ്റ് വായിച്ചു. എന്നിട്ട് അവിടെ വെച്ചു. ഒന്നാമതെ വേദന കാരണം എനിക്ക് കിടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, ഭക്ഷണം ഉണ്ടാക്കും, അത്രയും മാത്രമേ ചെയ്യുള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ തള്ളി നീക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇങ്ങനെ പിന്നെ ഒരു ദിവസം ഇങ്ങനെ അപ്രതീക്ഷിതമായി നോക്കിയപ്പം ജോസഫച്ചൻ്റെ ഇത് ലൈവായിട്ട് ടി വി കാണുന്നു. ലൈവായിട്ടല്ല, ടി വി കാണുന്നു. അപ്പം ടി വി നോക്കി. അത് കഴിയുമ്പോൾ യൂട്യൂബിൽ കാണാൻ തുടങ്ങി. യൂട്യൂബിൽ കാണാൻ നോക്കി ഒരു ദിവസം എനിക്ക് ഇങ്ങനെ കിടന്നിട്ട് എണീക്കുമ്പം 2 കുഴയ്ക്കും, കൈയുടെ കുഴയ്ക്കും വേദനയാണ്.
കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥനയുടെ ഇടയിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു 2 കോഴയ്ക്കും വയ്യാത്ത ആളിനെ ഈശോ സുഖപ്പെടുത്തുന്നു. അപ്പം ഞാനും അവിടെ കിടന്നുകൊണ്ട് കട്ടിലേ കിടന്നുകൊണ്ട് മാതാവേ എനിക്കും ആ സൗഖ്യം തന്ന് എന്നെ അനുഗ്രഹിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അറിഞ്ഞില്ല എപ്പോഴോ ആ രോഗം മാറിക്കിട്ടി. അത് കഴിഞ്ഞ് ഇങ്ങനെ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാലും എനിക്കിവിടെ വരാനോ ഒന്നും പറ്റത്തില്ല, നടക്കാൻ വയ്യ, ആരെങ്കിലും സഹായമില്ല, ഒന്നുമല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ്. എന്നിട്ട് പിന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു ദിവസം ഞങ്ങൾ അപ്രതീക്ഷിതമായി ഞങ്ങളെ കുഴൽക്കിണറിൻ്റെ വെള്ളം സ്റ്റക്കായിപ്പോയി മോട്ടർ. അപ്പം എനിക്ക് ഒരു രക്ഷയില്ല, വെള്ളമില്ല. ഹസ്ബൻഡ് എനിക്ക് വയ്യാതായതുകൊണ്ട് റിസൈൻ ചെയ്ത് മസ്കറ്റിൽ നിന്ന് ജോലി വേണ്ട എന്ന് വെച്ച് തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന് എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വരുന്നതിൻ്റെ 2 ദിവസം ആയപ്പോഴത്തേന് കുഴൽക്കിണർ സ്റ്റക്കായിപ്പോയി. മോട്ടർ എടുക്കാൻ പറ്റത്തില്ല, ഒന്നുമില്ല, കുഴൽക്കിണറിനകത്തായിപ്പോയി. ഒരു 10-20 ദിവസത്തോളം ഞങ്ങൾ മോട്ടർ കണ്ടിന്യൂസ് അടിച്ചു കഴിഞ്ഞപ്പോഴും വെള്ളമില്ല, ഒന്നും രക്ഷയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ തൈലവും ഉപ്പും എല്ലാം വെഞ്ചരിച്ച വെള്ളത്തിലൊഴിച്ച് സർവശക്തിയുള്ള പിതാവും ചൊല്ലി കൊച്ചിനെയും കൊണ്ട് ഒഴിപ്പിച്ചേച്ച് ചെയിൻ ബ്ലോക്കുകാർ വന്ന് അത് കുറച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞ് വേറൊരു കംപ്രസർ ഇറക്കി ഞങ്ങൾക്ക് വെള്ളം കിട്ടാൻ തുടങ്ങി. മൂന്നാമതായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പം അതിനകത്തൊന്നും ഈ നിയോഗമൊന്നും ഇതിനകത്ത് എഴുതിയിട്ടുള്ള കാര്യമല്ല, നിയോഗത്തിലുള്ള കാര്യമല്ല ഇപ്പോൾ സാധിച്ചു തന്നെ, അതിലും കൂടുതലാണ് എനിക്ക് സാധിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടി വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ മദ്യപാനത്തിൽ എൻ്റെ കാര്യത്തിൽ എഴുതിയേ ഇല്ലായിരുന്നു. പുള്ളി ഇവിടെ ഉടമ്പടി എടുത്തു, അന്ന് മുതൽ ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ല. പിന്നെ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പം ഞാൻ വെളിയിൽ വന്നിരിക്കുകയാണ്, ഒരു കസേര വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിലാണ്. വെളിയിൽ വന്നിരുന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിന് ഒന്നും അറിയത്തില്ല, ഈശോ മാതാവേ നീ പോയി എല്ലാം ശരിയാക്കി കൊടുക്കണേ, എനിക്കൊന്നും അറിയില്ല. അന്ന് പുള്ളിക്ക് കിട്ടിയത് 500ാമത്തെ നമ്പരാണ്. പുള്ളി ഇങ്ങോട്ട് കയറി വരുന്നത് കണ്ടു. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് കൊന്തയൊല്ലിക്കൊണ്ടിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് പുള്ളി ഒരു ചേച്ചിയെയും കൊണ്ട് അവിടെ വന്നു. എൻ്റെ കസേരയും വോക്കിംഗ് സ്റ്റിക്കലാണ് ഞാൻ വരുന്നത്, അതും പിടിച്ചുകൊണ്ട് എന്നെ ഇവിടെ കൊണ്ട് നിർത്തി. പുള്ളി ആണ് ഇത് ചെയ്തതെന്നുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല, ഞാൻ അവിടെ കസേരയിലിരുന്നു. കുറേ നേരം കഴിഞ്ഞ് ഉടമ്പടി എല്ലാം എടുത്തു കഴിഞ്ഞ് തിരിച്ചു വന്നു. ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് എന്നെ പുള്ളി ഇവിടെ പിടിച്ചു കയറ്റി മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിച്ചു. തിരിച്ചു വീട്ടിൽ ചെന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ വടി ഉപയോഗിച്ചിട്ടില്ല. ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പുള്ളിക്ക് ജോലിയില്ലാതെ വീട്ടിലായി, ഞങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടായി, പ്രശ്നങ്ങളായി. ഞാൻ 2.5 മാസത്തോളം ഞാൻ ബെഡിൽ തന്നെയായിരുന്നു. അപ്പോൾ എന്നെ ശുശ്രൂഷിക്കുക, എന്നെ ബാത്റൂമിൽ കൊണ്ടുപോവുകയും വെള്ളം വരെ എല്ലാ കാര്യങ്ങളും ബാത്റൂമിൽ നിന്നിപ്പിക്കുന്നവരെ ഹസ്ബൻഡായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ മേലാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ ആയുർവേദ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ഒരു മസാജൊക്കെ ചെയ്തു. ഇച്ചിരി മാറ്റം വന്നെങ്കിലും എനിക്കന്ന് പൂർണ്ണമായിട്ടൊന്നും മാറ്റം വരാതാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോഴത്തേന് ജൂൺ മാസം പുള്ളി ഇവിടെ വന്ന് ഞങ്ങൾ 15-ാം തീയതി എടുത്തു. ജൂലൈ മാസം 8-ാം തീയതി പുള്ളിക്ക് അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ഡ്രൈവറിൻ്റെ വേക്കൻസി പോസ്റ്റ് പോവുകയും ചെയ്തു. അന്നാണ് ഞാൻ അടുക്കളയിൽ ഇറങ്ങി ചെറുതായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയത്. എന്നെ ആ അമ്മ മാതാവ് ഇന്നും ആ അടുക്കളയിൽ ജോലി ചെയ്യാനുള്ള ശക്തി തന്ന് എന്നെ ഈ പരിശുദ്ധമായ ഈ അന്തരീക്ഷത്തിൽ കൊണ്ടുവരാനും എന്നെ സാധിപ്പിച്ചു. അതുപോലെ തന്നെ എൻ്റെ മകന് പഠനത്തിൽ ഇച്ചിരി 9-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഇച്ചിരി പുറകോട്ടായിരുന്നു. അവനും ഇപ്പം ഈ പ്രാവശ്യം റിസൾട്ട് വന്നു, 9-ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. ഏതാണ്ട് നല്ല 82% മാർക്ക് മേടിച്ച് 9-ാം ക്ലാസ്സിൽ നിന്ന് 10-ാം ക്ലാസ്സിലോട്ട് കയറിയിരിക്കുന്നു. ഇത്രയൊക്കെ ദൈവമാതാവ് ഞങ്ങൾക്ക് ഒത്തിരി അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരിയുടെ മകന് ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ആ നിയോഗത്തിൽ എഴുതിയായിരുന്നു. ഇത് വെച്ച് ഏതാണ്ട് 1 മാസം കഴിഞ്ഞില്ല, അതിനു മുമ്പേ ആ മകനും ജോലി ലഭിച്ചു. പരിശുദ്ധമ്മ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ആദ്യമായി ഈ ആൾക്കാരെ വന്ന് നിൽക്കാൻ എനിക്ക് കൃപ ലഭിച്ചതിന് ഞാൻ മാതാവിൻ്റെ ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. ഞാൻ വയനാട് ജില്ലയിൽ മാനന്തവാടി രൂപതയിൽ ദ്വാരക അൽഫോർസ ചർച്ചിൽ നിന്ന് വരുന്നു. എനിക്ക് മാതാവ് നൽകിയ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഞാനിവിടെ പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് എൻ്റെ മക്കളോടൊക്കെ ഒത്തിരി വൈരാഗ്യം ഉണ്ടായിരുന്നു. അതിന് കാരണം പറയട്ടെ, പറയണം. അതിൻ്റെ കാരണം വൈരാഗ്യം മാറിയല്ലോ, അതുകൂടി പറയണം. വൈരാഗ്യം ഉണ്ടായിരുന്നു. ഞാൻ
ഇവിടുന്ന് എനിക്കൊന്ന് അമേരിക്കയ്ക്ക് പോകാൻ ഒരു ചാൻസ് കിട്ടിയായിരുന്നു. അവിടെ ഒരു 2.5 വർഷം ഞാൻ താമസിച്ചു. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് വീട്ടിൽ യാതൊരു കുഴപ്പമില്ല. ഇതുപോലെ ഒരു നല്ലൊരു കുടുംബം ഞങ്ങളുടെ ആ ഭാഗത്തില്ലായിരുന്നു. അത്രയ്ക്ക് നല്ലൊരു കുടുംബമായിരുന്നു. എൻ്റെ ഒരു ഇളയ മകളെ കെട്ടിക്കാൻ ചില സാമ്പത്തികത്തിൻ്റെ പ്രശ്നത്തിലാണ് ഞാൻ പോയത്. അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞാണ് ഞാനിവിടെ വരുന്നത്. ഇവിടെ വന്നപ്പോൾ എന്നെ മക്കൾക്കും കണ്ടുകൂടാ, ഭർത്താവിനും കണ്ടുകൂടാ. എന്ത് പറ്റിയെന്ന് എനിക്കും അറിയത്തില്ല. അമേരിക്കൻ അമ്മായിയായിട്ട് വന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ഒന്നും അറിയത്തില്ല. ഞാൻ ഒന്നും പറയാൻ പാടില്ല. എന്നോടൊന്നും ആലോചിക്കുകയില്ല, വീട്ടിലൊന്നും പറയുകയില്ല. അങ്ങനെയായിരുന്നു. ഈ പൈസയ്ക്ക് മാത്രമാണ് എന്നെ ആവശ്യം. അങ്ങനെ എനിക്ക് ഒത്തിരി മാനസിക വിഷമമൊക്കെ ആയിരുന്നു. ഞാൻ കരയും ഭക്ഷണം കഴിക്കുകയൊന്നുമില്ലായിരുന്നു. അങ്ങനെ ആയപ്പോൾ എന്നെ 2ാമത്തെ വിവാഹം, ആദ്യത്തേലൊരു മോനുണ്ടായിരുന്നു ഭർത്താവിൻ്റെ. ഇവൻ എന്നെ അടുത്തു എല്ലാവരോടും പറഞ്ഞു അമ്മച്ചിക്ക് മാനസിക രോഗിയാണ്, എടവപ്പള്ളിയിൽ അച്ഛനോട് എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ മക്കിയാട് ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷയ്ക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ചെന്ന് അച്ഛന്മാരോടും പറഞ്ഞു അമ്മച്ചി ഇവിടെ കയറ്റരുത്, അമ്മച്ചി മാനസിക രോഗിയാണ്, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലെന്ന്. അപ്പോൾ അവിടെ ചെന്ന് അച്ഛന്മാർ എന്നെ ഏതാ ഈ ചേച്ചി ഏതാന്ന് അന്വേഷിച്ച് വന്നപ്പം പറഞ്ഞു, എന്നോട് പറഞ്ഞു അമ്മച്ചി ഒരു കാര്യം ചെയ്യണം, മകനെ എത്രയും പെട്ടെന്ന് ഒരു ആസ്പത്രിയിൽ എവിടെയെങ്കിലും കൊണ്ട് ചികിത്സിക്കണം. ഇപ്പോൾ വാദിപ്രതിയായി മാനസിക രോഗത്തിന്. അല്ലാതെ അമ്മച്ചി ഇപ്പോൾ അവന് വേണ്ടി നല്ലതായിട്ട് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ കൂടി കൂടി വരുക. എനിക്കൊന്നും പറയാം. എൻ്റെ ഭർത്താവ് എന്നോട് എതിരായി തിരിഞ്ഞു. നീ എന്തിനാ അതൊക്കെ ഇതൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞു ഞാനുള്ള കാര്യങ്ങളല്ലേ വീട്ടിൽ പറയുന്നത്. പിന്നെ അങ്ങനെ പറഞ്ഞു. ഈ മോനെന്നെ അടുത്ത് 2 പെൺമക്കളാണ് എനിക്കുള്ളത്. ഇവരുടെ ഭർത്താക്കന്മാരോടും പറഞ്ഞു അമ്മച്ചി ഇങ്ങനെ മാനസിക രോഗിയാണ്, എവിടെയെങ്കിലും കൊണ്ട് ചികിത്സിക്കണം. എന്നാൽ ഇവരെന്നെ കൊണ്ട് ചികിത്സിക്കാൻ കൊണ്ടുപോകണ്ടേ? അതും ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് എൻ്റെ ആൾക്കാരുടെ, എൻ്റെ ആങ്ങളമാരോടും എൻ്റെ ചേച്ചിമാരോടും എല്ലാം വിളിച്ചു പറഞ്ഞു. ഇവരെൻ്റെ ഞാനറിയാതെ എനിക്ക് മാനസിക രോഗം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി എന്നെ ചെക്ക് ചെയ്യാൻ വന്നു. ഇവർ വന്നപ്പോഴും എനിക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് നാൾ അവിടെ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. ഞാൻ കുറച്ച് നാൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നു. വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കൊന്നും ഭർത്താവിന് പെട്ടെന്ന് ക്യാൻസർ രോഗം വന്നു. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ നിവൃത്തിയില്ലാതായി. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നാൽ വേറൊരു കുഴപ്പമില്ല, എനിക്ക് യാതൊന്നും മിണ്ടാൻ പാടില്ല, ഒരു സാധനം വീട്ടിലില്ല, ഞാനൊന്നും പറയാൻ പാടില്ല. അങ്ങനെയുള്ള അവസ്ഥയായി. ഭർത്താവ് പിന്നെ അസുഖമായി 1 വർഷം കഴിഞ്ഞപ്പോൾ ആകെ 8 മാസം കഴിഞ്ഞു. രോഗം അറിഞ്ഞു, ക്യാൻസർ ആയിരുന്നു. 8 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി മരിച്ചുപോയി. പിന്നെ എനിക്ക് ഈ മക്കളോട് ഞാൻ ഇങ്ങനെ വീട്ടിൽ മിണ്ടാൻ എനിക്ക് ഭയങ്കര ഉള്ളിൽ വൈരാഗ്യം എന്ന് വെച്ചാൽ വിഷമവും വൈരാഗ്യം കൂടി. ഈ മക്കളോട് ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നോട് എൻ്റെ പെൺമക്കൾ എന്നോട് മിണ്ടുകയില്ല. ഞാൻ ഒറ്റയ്ക്ക്, വേറെ ആരും ഇല്ല എനിക്ക് ആയിട്ട്. അയലക്കാരൊക്കെ എനിക്ക് സപ്പോർട്ടാണ്. സാരമില്ല നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പിന്നെ എടവപ്പള്ളി അച്ഛൻ എന്നെ വിളിച്ചു എന്താ പ്രശ്നം എന്നറിയാൻ. അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവരെ എവിടെയെങ്കിലും ഒന്ന് ചികിത്സയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഇവർ പോരുമോ? അങ്ങനെയായി. എനിക്ക് പിന്നെ ഭർത്താവ് മരിച്ചുപോയി. അങ്ങനെ ഇപ്പം ഞാൻ ഉറപ്പിച്ചു ഇനി ഈ വീട്ടിൽ നിന്നിട്ട് കാര്യങ്ങളില്ല, പ്രശ്നം കൂടി വരികയേ ഉള്ളൂ. അപ്പം ഞാൻ എന്നിട്ട് ഭർത്താവ് മരിച്ചത് 40 കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവിടുന്ന് എനിക്കൊരു അടൂർ ഒരു ഹോസ്റ്റലിൽ വാർഡനായിട്ട് ജോലി കിട്ടി. ഞാൻ അവിടെ പോയപ്പോൾ അപ്പോഴത്തേക്ക് അമ്മച്ചി എന്തിനാണ് പോകുന്നത്, എന്തിനാ ഇപ്പം അമ്മച്ചിക്ക് ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞു ഞാനിവിടെ നിന്നാൽ പ്രശ്നങ്ങൾ കൂടിയുള്ളൂ. ഭർത്താവും പോയി. പിന്നെ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഭർത്താവ് ഒസ്യത്തൊക്കെ എഴുതി വെച്ചു എനിക്ക് വീട്ടിൽ കിടക്കാം, ഞാൻ മാനസിക രോഗിയല്ലേ, അപ്പോൾ എനിക്ക് വീട്ടിൽ കിടക്കാം, 20 സെൻറ്റിലെ ആദായം പറിക്കാം, ബാക്കി മകനാണ്, ബാക്കി മൊത്തം അങ്ങനെ എഴുതി വെച്ചു. പിന്നെ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്നിട്ട് ഇനി ഇവിടെ താമസിക്കുന്നവരുടെ അവസ്ഥ എനിക്ക് വന്നു. അപ്പോൾ ഞാനിങ്ങനെ ഹോസ്റ്റലിൽ പോയി വാർഡൻ ജോലിയൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ ശമ്പളം കുറവായതുകൊണ്ട് പിന്നെ ഞാൻ ഓരോ വീടുകളിൽ പോയി ഓരോ മനുഷ്യരുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. വീട്ടു ജോലിക്കൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇത് 6ാമത്തെ വർഷമാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നോട് ഞാൻ പാലക്കാട് എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു ആൻറ്റി കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ബൈബിളിൽ വായിച്ചിട്ടുണ്ട് കൃപാസനത്തെ പറ്റി, അതൊരു വിശുദ്ധ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. അന്നേരം പിന്നെ അതല്ല ആൻറ്റി, പിന്നെ കൃപാസനം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഭയങ്കര അത്ഭുതം നടക്കുന്ന സ്ഥലമാണ്, അതിൻ്റെ പത്രമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോളെ അത് ഞാൻ കേട്ടിട്ടില്ല, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ അവിടെ പോയേനെന്ന് പറഞ്ഞു. അന്നേരം എന്നോട് മോള് പറഞ്ഞു ആൻറ്റി എന്തെങ്കിലും പോകാൻ സാധിക്കുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ വയനാട്ടിൽ എൻ്റെ വീട്ടിൽ വരുന്നത്. അന്നേരം അവിടെ നിന്ന് ഈ മാനന്തവാടിയിൽ നിന്ന് വേറെ ഈ കൃപാസനത്തിൽ വന്നവരൊരു പത്രം എനിക്ക് തന്നു. അങ്ങനെ ഇവിടെ ഭയങ്കര ചേച്ചി അവിടെ ഒന്ന് പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു അയൽക്കത്തെ ചേച്ചി ഞാനും കൂടെ വന്നു. അപ്പം ഞങ്ങൾക്ക് ആദ്യം ഇവിടെ ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. അന്നേരം തപസ് ധ്യാനമായിരുന്നു. തപസ് ധ്യാനം കൂടി ഞങ്ങൾ പോയി. പിന്നീട് വേറെ എനിക്ക് എന്നിട്ട് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു.
പിന്നെ അപ്പോൾ എൻ്റെ ഒരു വേറെ ഒരു സുഹൃത്ത് ചേച്ചി വന്നു, നമുക്ക് പോകാം, നമുക്ക് ഇവിടെ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞാണ് ഞങ്ങളിവിടെ വന്ന് പുള്ളിക്കാരത്തി എടുത്തില്ല, ഞാൻ ഉടമ്പടി എടുത്തു. എന്തായാലും ഞാൻ ഉടമ്പടി എടുത്തിട്ടേ ഉള്ളെന്ന് പറഞ്ഞ് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോഴേ വൈരാഗ്യമൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നുള്ള അന്നേരം ഞാൻ എന്തിനാ മക്കളോട് എന്തിനാ വൈരാഗ്യം വെക്കുന്നത്? അങ്ങനെ ഇരുന്ന് പിന്നെ ഞാൻ എന്നാൽ വീട്ടിലൊന്നും പോകുമൊന്നും ഇല്ലായിരുന്നു. ആദ്യം പെമ്മക്കളടുത്തും പോകുകയില്ലായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം മകൻ്റെ അടുത്ത് പോയി. അതിൻ്റെ ഇടയ്ക്ക് മകൻ പുതിയ വീടൊക്കെ വെച്ചു. അപ്പോൾ ഞാൻ അവിടെ പോയി ഒരു ദിവസം കിടന്നു. പെമ്മക്കളുടെ വീട്ടിൽ പോയി അവിടെയും കിടക്കുന്നുണ്ട് ഇപ്പം. പിന്നെ അങ്ങനെ എനിക്ക് ക്ഷമിക്കാനുള്ളൊരു പൂർണ്ണമായ ഒരു കഴിവ് കിട്ടി ഉടമ്പടിയിലൂടെ. അത് കഴിഞ്ഞ് വീട്ടിലെ പ്രശ്നമൊക്കെ കഴിയുമ്പോൾ എന്തിനാ ജീവിച്ചിരിക്കുന്നത്, എന്തിനാ ആത്മഹത്യ അങ്ങ് ചെയ്താലോ? 2-3 പ്രാവശ്യം ഞാൻ അങ്ങനെ ചിന്തിച്ചു. ഒരു പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ പോയപ്പോൾ എന്തായാലും ഒന്ന് ബൈബിൾ വായിച്ചു വെച്ച് പോകാം എന്നോർത്ത് ഞാൻ ബൈബിളെടുത്ത് വായിക്കുമ്പോൾ എന്നോട് കിട്ടിയ വചനം, നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്ത് പ്രയോജനം? അങ്ങനെ ആ ചിന്ത അങ്ങ് മാറി. ഇപ്പം ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് വെറുതെ ഈ ചിന്തയൊന്നും പാടില്ല എന്ന് മനസ്സിലായി. ആ ചിന്ത എന്നിൽ നിന്ന് മാറിക്കിട്ടി. അങ്ങനെ രണ്ടാമത്തെ എനിക്ക് ഒരു 10-20 വർഷമായിട്ട് നടുവേദനയായിരുന്നു. എന്താ വെച്ചാൽ വീട്ടിൽ 3-4 പശുക്കൾ, ആട് എല്ലാം ഉണ്ട്. അപ്പം പുല്ലിയത്ത് തലയ്ക്ക് അസുഖമുള്ളതുകൊണ്ട് ചുമക്കുകയില്ല, പുല്ലി എത്തിയിടും, ഭർത്താവോ മക്കളോ വന്ന് ചുമന്നുകൊണ്ട് വരും. അങ്ങനെ വീട്ടിൽ നല്ല പണിയുള്ള കാലമായിരുന്നു. അന്നേരം പിന്നെ ഈ നടുവ് ആസ്പത്രി ചെല്ലുമ്പോൾ ഒന്നും അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കും, അല്ലെങ്കിൽ കുഴമ്പ് തൂത്ത് ചൂട് പിടിച്ച് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഡോക്ടർമാർ പറയും റെസ്റ്റ് ഇതിന് പരിഹാരമുള്ളൂ, റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു റെസ്റ്റ് ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല, എനിക്ക് നല്ല പണിയുള്ള വീടാന്ന് പറഞ്ഞു. അപ്പോൾ കുറേ കുഴമ്പ് തൂക്കും, ആവി പിടിക്കും, ഇങ്ങനെയായിരുന്നു. അതും ഇവിടെ വന്ന ഉടമ്പടിയിൽ ആ വിഷയം വെച്ചായിരുന്നു. അതും പൂർണ്ണമായും മാറിക്കിട്ടി. അത് കഴിഞ്ഞ് എൻ്റെ ഒരു 10-30 വർഷമായിട്ട് എൻ്റെ ഈ തലയിലെ ഞരമ്പിന് ബലക്ഷയം ഉണ്ടായിരുന്നു. ഒരു സംഗതി, ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് മുടി ചെയ്യാൻ വരെ പറ്റിയില്ല, തലയ്ക്ക് ചീപ്പ് കൊണ്ട് അത്രയ്ക്ക് തലയ്ക്ക് വേദന. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഞരമ്പിന് ബലക്ഷയാണെന്നാണ് പറഞ്ഞ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അച്ഛൻ വിളിച്ച് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഇവിടെ തലയുടെ ഞരമ്പ് പിന്നെ ബലക്ഷയുള്ളവരും തലവേദനയുള്ളവരൊക്കെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും കൈവച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ വേദന പോയത് എപ്പോഴാണെന്ന് വരെ എനിക്കറിയത്തില്ല. ആ വേദന എനിക്ക് പൂർണ്ണമായി മാറിക്കിട്ടി. ഇപ്പോഴെനിക്ക് ആ വേദന ഒട്ടുമില്ല. പിന്നെ എൻ്റെ ഒരു സഹോദരിയുടെ മകൾക്കാണ്, അവൾക്ക് തളിപ്പറമ്പിലാണ് അവൾ താമസിക്കുന്നത്. അപ്പോൾ അവൾ IELTS പരീക്ഷ എഴുതി തോറ്റുപോയി ആദ്യം. അപ്പോൾ എന്നോട് പറഞ്ഞു ആൻറ്റി ഞാനിങ്ങനെ ഞാനിങ്ങനെ ഉടമ്പടി എടുത്തിട്ട് പറഞ്ഞു ആൻറ്റി എൻ്റെ വിഷയം കൂടെ വെച്ച് പ്രാർത്ഥിക്കണം ആൻറ്റി, എനിക്ക് ഒരു കാശ് രൂപവും പത്രം അയച്ചു തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോളെ വലിയ കാശ് രൂപമൊന്നും അയച്ചു തരാൻ പറ്റിയില്ല, ഞാൻ ആ ചെറിയ കാശ് രൂപ പത്രം അയച്ചു തരാമെന്ന് പറഞ്ഞ് പത്രവും കാശ് രൂപം ഞാൻ പോസ്റ്റൽ വഴി അയച്ചു കൊടുത്തു. ഇവൾ അതുകൊണ്ട് വിദേശത്ത് പോയി, അവൾ ഗർഭിണിയായിരുന്നു, പോകുമ്പോൾ വിദേശത്ത് പോയി പരീക്ഷ എഴുതി പാസ്സായി വന്നു. അപ്പം അത് കഴിഞ്ഞ് പ്രസവമൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് അവർ കുടുംബമായിട്ട് വിദേശത്ത് പോയപ്പോൾ അവൾ പറഞ്ഞു ഇനിയിപ്പോൾ ജോലിക്ക് പോകുന്നില്ല, കൊച്ചിച്ചിരി പ്രായമായിട്ട് പോകാം എന്നുള്ള തീരുമാനത്തിൽ ഇവിടുന്ന് പോയത്. അവിടെ പോയി കഴിഞ്ഞപ്പോൾ കൊണ്ട് പിറ്റേ ദിവസം ഇവക്കൊരു ഇൻ്റർവ്യൂ വന്നു. എന്തായാലും വേണ്ടിയല്ല ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂവിൽ പോയി ഇതിന് ജയിച്ചു. 2 ദിവസം കഴിയുമ്പം ജോലിക്ക് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആ ഒരു അനുഭവം മാതാവ് സാധിച്ചു തന്നു.